സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അപ്പുറത്തുനിന്ന് വാഹനത്തെ ശപിക്കുന്നത് കേട്ടപ്പോ തങ്ങൾ ചോദിച്ചു, ആരാണ് ശപിച്ചത്? ആ വാഹനത്തു നിന്നുള്ള എല്ലാ ചുമടുകളും ഇറക്കിക്കോളൂ, ആ വാഹനത്തിന് ഇനി യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞോളൂ, ശാപം അതിന് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇതൊരു ഇടങ്ങേറുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 2 വളവേ കൈയുണ്ടാവുള്ളൂ, പിന്നെ അത് ഉണ്ടാവില്ല. പറ്റൂലെങ്കിൽ കൊണ്ടുപോയി വിറ്റേക്ക്, ശാപം പറയരുത്. അത് ചെറിയ പെർമിറ്റ് ലൈസൻസ് ഒന്നും പിന്നെ കടലാസൊന്നും ആവശ്യമില്ലാത്ത സാധാ സൈക്കിളാണെങ്കിലും ഉന്തുവണ്ടിയാണെങ്കിലും ശരി, ശപിക്കരുത്. ശപിക്കുന്നത് കേട്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഇനി അതിൽ യാത്ര ചെയ്യാൻ പറ്റൂല, അതിന്റെ പുറത്തുള്ള ചരക്കൊക്കെ താഴോട്ട് ഇറക്കി വെക്കി. എന്തിനെ ശപിക്കാൻ പറ്റും? വീട്ടിൽ വാങ്ങിയൊരു പശു, ആദ്യം വാങ്ങിയപ്പോ ആദ്യത്തെ കൊല്ലൊക്കെ ഓരോ ദിവസവും 10 ലിറ്റർ പാല് കിട്ടിയിരുന്നു. പിറ്റത്തെ കൊല്ലം ആ 10 കുറച്ച് കുറഞ്ഞിട്ട് 8 ആയി. എന്താ കാരണം എന്നറിയോ? കൊടുക്കുന്ന ആള് പിണ്ണാക്കിൽ പിശുക്കി. അപ്പൊ അയാൾ ചിന്തിക്കുന്നത്, ഈ ഒരു ചെറിയ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഈ പിണ്ണാക്കൊണ്ടും ഇതുകൊണ്ടും കിട്ടുന്ന പാലത്ര തന്നെ കിട്ടണം, 10 തന്നെ കിട്ടണം. ഈ പയ്യനെ കൊണ്ട് മനുഷ്യൻ തോറ്റല്ലോ, ഈ മെനക്കളൊക്കെ മെനക്കെട്ടിട്ട് ഇപ്പൊ പാല് കുറഞ്ഞു പോയി. ഇതിനൊക്കെ പോറ്റുന്നതിനേക്കാൾ നല്ലത് വേറെന്തെങ്കിലും വാങ്ങിപ്പോറ്റ. വേണ്ടേ? എന്നാ നീ വേണ്ടായ്മൊന്നും പറയണ്ട, കൊണ്ടുപോയി വിറ്റേക്ക്. നിന്റെ സംരക്ഷണത്തിന്റെ കുറവ് കൊണ്ട് സംഭവിച്ച വീഴ്ച നീ ചിന്തിക്കാതെ പാൽ ചുരത്തുന്ന മൃഗത്തെ ആക്ഷേപിക്കുകയാണ് പാടില്ല. ഒറ്റൊന്നിനെ. അപ്പുറത്തെ വീട്ടിലെ കോഴി നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് വെച്ച പാത്രത്തിൽ നിന്ന് ഒന്ന് വന്നിങ്ങനെ 2-3 കൊത്തുകൊത്തി. അപ്പോഴേക്ക് നമ്മളെ നാവ് നീട്ടിയിട്ട് ഒരു ഉമ്മയും ഒരു സഹോദരനും പറയരുത്, എടങ്ങേറ് പിടിച്ച കോഴി പറയാൻ പാടില്ല. നീ നിന്റെ പാത്രത്തിൽ നിന്ന് അത് കൊത്തിയതിന് എന്തെങ്കിലൊക്കെ ഒരു കൂലി അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചു തരണമെങ്കിൽ നാവ് നടക്കി വെക്കണം. നിന്റെ കോഴി തിന്നതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടി അയൽവക്കത്തെ കൂലി എന്നപ്പോ എന്താ? കോഴിനോടുള്ള അയൽവക്ക ബന്ധം കൂടി നിലനിർത്താൻ കഴിഞ്ഞു എന്നർത്ഥം. അതാ അതിന്റെ പിന്നീട് തത്വം മനസ്സിലാക്കേണ്ടത്. അയൽവാസി എന്ന് പറഞ്ഞാൽ ആ വീട് മാത്രമല്ല അയൽവാസി ബന്ധമായിട്ടുള്ളത്, ആ വീട്ടിലുള്ള എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിന്റെ വീട്ടിലെ കുട്ടികൾക്ക് നീ പഴം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ, ഹദീസിലുള്ളതാ, നിന്റെ വീട്ടിലെ കുട്ടികൾക്ക് നീ പഴം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അയൽവക്കത്തെ കുട്ടികൾ കാണുന്ന വിധത്തിൽ ആ കുട്ടിയെ പുറത്തിറക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കും കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ഭക്ഷിപ്പിക്കണം. അന്തേ നിന്റെ കുട്ടി കഴിക്കുന്ന ഓറഞ്ച് പോലത്തെ ഓറഞ്ച് പുറത്തെത്തിയിട്ട് ആ കുട്ടിക്ക് മോഹം ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ ബന്ധം തകരാറാണ്. അത് കുട്ടിന്റെ വിഷയത്തിലെ, പൂച്ചന്റെ വിഷയത്തില്ലേ, നായന്റെ വിഷയത്തില്ലേ, കോയിന്റെ വിഷയത്തില്ലേ, എല്ലാത്തിലും ഉണ്ട്. അപ്പോഴേക്ക് പറഞ്ഞു, ഒരു കല്ല് കിട്ടാണെങ്കിൽ എറിഞ്ഞിട്ട് എന്റെ കാലുമേൽ തട്ടിയില്ല, തട്ടാത്തിന സങ്കടം, കാല് എറിഞ്ഞു ഓടിക്കണം. പാത്രത്തിൽ വറ്റിട്ട് അപ്പോഴേക്ക് കോഴി ഇങ്ങോട്ട് വരും. പിന്നെ ആർക്കാ വറ്റിട്ടത്? നമ്മളെ സ്വഭാവക്കേടുകൊണ്ടല്ലേ സഹോദരങ്ങളെ. മനുഷ്യന് നല്ല സ്വഭാവം ഉള്ള ആളാണെങ്കിൽ മനുഷ്യനെ അനുസരിക്കാത്ത, മനുഷ്യന് സ്നേഹം കൊടുക്കാത്ത ഏതെങ്കിലും ജീവികളുണ്ട്? മനുഷ്യനെ പേടിച്ചിട്ടല്ലേ. മനുഷ്യന് നല്ല സ്വഭാവക്കാരനെന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് അടുക്കൂലേ. നമ്മളെ കീശേരിയിലുണ്ട് മറവിട്ട് കിടക്കുന്ന മുഹീദ്ദീൻ മുസ്ലിയാർ, വലിയൊരു മഹാനാണ്. അല്ലാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ. കീശേരി മൊയ്തീൻ മൗലവി എന്ന് പറയും. എവിടുന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചാൽ അവസാനത്തെ ഒരു പിടി ഇങ്ങനെ കൊണ്ട് വാരും പാത്രത്തിൽ. ആ പിടിയായിട്ട് ഇങ്ങനെ വരുമ്പോ പരിസരത്തുള്ള എല്ലാ കാക്കകളും വരും. നമ്മളെ കണ്ട ഏതെങ്കിലും കാക്ക വരുമോ? ഇനി കാക്കയെ കാണാൻ തന്നെ നമ്മൾ സമ്മതം കൊടുക്കണ്ടേ? വാട്ടിയപ്പതിരി എവിടെങ്കിലും വന്നിരിക്കുന്ന കാക്ക എന്തിനാ നമ്മളെ കാട്ടുന്നത്? ഇനി വേസ്റ്റ് തിന്നാൻ വേണ്ടി കൊണ്ടെടുത്ത് കാക്ക വന്നാൽ അക്കാക്കനെ കാട്ടി. പിന്നെ ഈ വേസ്റ്റ് ആരാ തിന്നേണ്ടത്? ആ മഹാനുഭാവൻ ഒരു പിടി ഭക്ഷണം ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് കാക്കകളൊക്കെ എത്തി അതിങ്ങനെ അങ്ങോട്ട് പരക്കങ്ങനെ ഇട്ട് കൊടുത്തു. അവരൊക്കെ ആ ടൈമിൽ അതൊക്കെ ഭക്ഷിച്ച് തർക്കം കൂടാതെ എല്ലാവരും കുറച്ചെടുത്ത് ഭക്ഷിച്ച് പറന്നു പോകുന്നു. പോയി നോക്കൂ, പൊന്നാനിപ്പള്ളിയുടെ പരിസരത്ത് ഇപ്പോഴും ഉണ്ട് പ്രാവുകൾ. പൊന്നാനി പള്ളിയുടെ പരിസരത്ത് പോയി നോക്കൂ.
1ഉം 2ഉം 10ഉം 20ഒന്നുമല്ല, എമ്പാടും പ്രാക്കളുണ്ട്. ആരും ആ പ്രാക്കളെ ആട്ടിവിടുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിടക്കുന്നതിന്റെ അന്തിയുറങ്ങുന്നതിന്റെ നേരെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നോക്കിയാൽ നമുക്ക് കാണാം ചുറ്റുഭാഗത്തും പ്രാക്കൾ. അവർക്കുമില്ലേ ഒരു തസ്ബീഹ്, അവർക്കുമില്ലേ ഒരു തഹ്ലീൽ. മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലൊക്കെ പ്രാവുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? മേടപ്രാക്കൾ. അങ്ങനത്തെ ഒരു പ്രാവ് നമ്മുടെ വീട്ടിൽ വന്ന് അതിന്റെ കാഷ്ടം കൊണ്ട് അത് അവിടെയും ഇവിടെ കാഷ്ടിച്ചിട്ട് ബുദ്ധിമുട്ടായാലും അതിനെ എന്തെങ്കിലും അപ്പുറത്തേക്കോ മറ്റൊരു ഭാഗത്തേക്കോ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. തൊള്ള കൊണ്ട് ശപിക്കരുത് അതിനെ. അതാ ശ്രദ്ധിക്കുന്നത്. കേടായിട്ട് പ്രാർത്ഥിക്കരുത്. തങ്ങൾ കേടായിട്ട് ദ്വാരുന്നതാണ് തോന്നിയപ്പോഴേക്ക് ആ ദുആ മടക്കിയെടുത്ത കോലം നോക്ക് നിങ്ങൾ. അതും തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് മഹാന്മാർ. ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് തങ്ങൾ ഒരു തടവറയിൽ നിന്ന് ഒരു വന്തിയെ ആയിഷ ബീവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ചെറിയ പ്രായമല്ലേ. മഹദി പറഞ്ഞു, ഞാൻ വേറൊരു പെണ്ണിന്റെ കൂടെ വർത്തമാനത്തിലും കളിയിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടു. ഞാൻ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്ക് തങ്ങള് ഈ തടവറയിലേക്കായിട്ട് പിടിച്ചു കൊണ്ടുവന്ന, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ മനുഷ്യൻ വേറൊരു ഭാഗത്തുകൂടെ ഇറങ്ങി പുറപ്പെട്ടു. ഞാനത് അറിഞ്ഞിട്ടില്ല. വീട്ടിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ചിന്തിച്ചില്ല, ആള് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, ഖതാ അല്ലാഹു യദക്. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉദ്ദേശമല്ല അവിടെ. അർത്ഥം ശരിക്കും വെക്കുകയാണെങ്കിൽ ഖതാ അല്ലാഹു, അല്ലാഹു ഛേദിക്കട്ടെ, യദക, നിന്റെ കയ്യിനെ. വാക്കിന്റെ അർത്ഥം ശരിക്കും ദുആ വെക്കുമ്പോ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പുറത്തിറങ്ങി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ തെരഞ്ഞു പിടിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ രണ്ട് കൈയിങ്ങനെ അടുപ്പിച്ച് പിടിച്ചത്, രണ്ട് കൈയിങ്ങനെ അടുപ്പിച്ച് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളെ ദുആ കാത്തിരിക്കാണ്, എന്റെ രണ്ട് കൈയും മുറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നമാ അന ബശറുൻ. പടച്ചവനെ, ഞാനൊരു മനുഷ്യനാണ്. മറ്റുള്ള മനുഷ്യന്മാര് ദേഷ്യം പിടിക്കുമ്പോൾ എനിക്കും ദേഷ്യം വന്നു. ഫയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅവതുക അലൈഹി ബിദഅവത്തിൻ ഫജ്അൽഹാ ലഹു സകാതൻ വതുഹ്റാ. ഏതൊരു വിശ്വാസിനിക്ക് ഞാൻ പ്രതികൂലമായി പ്രാർത്ഥിച്ചോ അതവർക്ക് അനുകൂലമാക്കി കൊടുക്കണം, പരിശുദ്ധിയുള്ളതാക്കി കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബറക്കത്ത് നീ നൽകണം. തങ്ങൾ ദ്വാരുന്നത് അങ്ങനെയാ. ഈ ദുആഇന്റെ നേർക്ക് നേരെയുള്ള പ്രത്യക്ഷാർത്ഥം അവിടെ ഉദ്ദേശമില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രതികൂലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കരുത് എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇത് ഭാര്യയല്ലേ, ഭാര്യക്കെതിരായിട്ട് നബി നിങ്ങൾ ദ്വാരക്കോ എന്ന് ചോദിച്ചപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹദീസിന്റെ ബാഹ്യാർത്ഥം അവിടെ ഉദ്ദേശമില്ല. പിന്നെയോ സാധാരണ അറബിയിൽ അങ്ങനെ ചില വാക്കുകളൊക്കെ പറയാറുണ്ട്. തെരിബത്തിയ മീനുക്കാന്ന് പറയാറുണ്ട്, അക്ര ഹൽക്ക എന്ന് പറയാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചത് ഞാൻ പറഞ്ഞത് ഇജാബത്തുള്ള സമയത്തോട് ഒത്തുവന്നിട്ട് അള്ളാഹു അങ്ങ് ഉത്തരം ചെയ്താൽ കൈ ഛേദിക്കപ്പെട്ടു പോകും, കൈ മുറിഞ്ഞു പോകും, അതിൽ തർക്കമില്ല. അതൊരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിൽ ബറക്കത്തുണ്ടാകാനും അതുകൊണ്ട് പരിശുദ്ധി ഉണ്ടാകാനും ദുആ ചെയ്തത്. ദുആന്റെ അദബും കൂടി ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദുആന്റെ അദബ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബുശൈരി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞു, മനുഷ്യൻ അള്ളാഹുവിനോട് ഖൈർ ചോദിക്കും പോലെ ഷർറും ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു അദബ് മനസ്സിലാക്കണം. ആവശ്യമുള്ള സമയത്തല്ലാതെ, ആവശ്യത്തിനല്ലാതെ അടിമ അള്ളാഹുവിനോട് ഒന്നും ചോദിക്കരുത്. ചോദിക്കാതെ തന്നെ റബ്ബ് തആല എത്രയോ തന്നിട്ടുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദിക്കണം. അവിടെ തന്നെ ആവശ്യമില്ലാത്ത ഒരു വിഷയവും ചോദ്യത്തിൽ വരരുത്. ആവശ്യമില്ലാത്ത ഒന്നും ചോദ്യത്തിൽ വരരുത്. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ദ്വാരക്കുന്ന ആള് എന്തെങ്കിലും ഒരു ഖൈർ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അതിലൊരു ചെറിയ ഒരു പിന്നോട്ടുള്ള
ഒരു പിന്നോക്കം കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല ആ ഖൈറവന് നൽകുന്നതില് സാവകാശം നൽകിയിട്ടുണ്ട്. ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടിയാൽ അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാകും. ധൃതി കൂട്ടരുത്. മനുഷ്യന് തിരക്കാണ്, തിരക്ക് കൂടി പോകാണ്. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടിയാൽ കാര്യങ്ങൾ കേടായി പോകും. അപ്പൊ ആവശ്യമുള്ളതാണ് ചോദിക്കേണ്ടത്, ആവശ്യമില്ലാത്ത ദുആയിൽ വരരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ദുആർക്കുന്ന ദുആക്കൊക്കെ ഉത്തരം നൽകും. ദുആന്റെ കാര്യം ദുൽമാകാൻ പാടില്ല, അക്രമം, അല്ലെങ്കിൽ ഖതിയത്തുർ റഹ്മാകാൻ പാടില്ല, കുടുംബബന്ധ വിച്ഛേദനമാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് നാശം വരുന്ന വിഷയമാകാൻ പാടില്ല. അല്ലാത്ത നല്ല വിഷയങ്ങളെ കൊണ്ട് ദുആർന്നാൽ അല്ലാഹു ഉത്തരം തരും. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടിയാൽ പല കാര്യങ്ങളും നഷ്ടമായി പോകും. തിരക്ക് കൂട്ടിയാൽ പലതും നഷ്ടമായി പോകും. അപ്പോ ഹൈറാട് എന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതി നല്ലോണം ചിന്തിച്ചുകൊണ്ട് ദ്വാരക്കണം, ആലോചിച്ചുകൊണ്ട് ദ്വാരക്കണം. തിരക്ക് കൂട്ടിയിട്ട് ഒന്നും നഷ്ടപ്പെടരുത്. തിരക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ, മനുഷ്യന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നതിന്റെ അധ്യായങ്ങളിലാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണിയത്. അതുകൊണ്ടാണ് ഹദീസിൽ അൽ അജ്ലതു മിനശ് ശൈത്താൻ, ധൃതി ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എത്ര നഷ്ടാന്നറിയോ നിങ്ങൾ? ദിക്ർ, ദുആ, നിസ്കാരം, കാര്യങ്ങളൊക്കെ നഷ്ടാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരത്തിന് ഒരു സ്വഹാബിന്റെ നിസ്കാരം തിരുത്തി കൊടുത്തത് റുകൂഉം സുജൂദും അതുപോലെ തന്നെ ഈത്തിദാലിലും പല സ്ഥലങ്ങളിലും നോക്കുമ്പോ ഒക്കെ പെട്ടെന്ന് 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 ചെയ്ത് തുമഅനീനത്ത് എന്ന് പറയുന്ന ഫർള് ഇല്ലാതായി പോയി. സ്പീഡ് കൊണ്ട്, ധൃതി കൊണ്ട്, ആക്കം കൂട്ടിയിട്ട് ഊക്ക് കൂട്ടിയിട്ട് തുമഅനീനത്തന്നെ ഇല്ലാതായി പോയി. ഇമാം അങ്ങോട്ട് അല്ലാന്ന് പറയുമ്പോഴേക്ക് മാമൂം അല്ലാന്ന് പറയണ്ട. ഇമാം റുക്കൂയിലെത്തിയിട്ടാണ് മാമൂം റുക്കൂയിലേക്ക് വരേണ്ടത്. അങ്ങനെ വരേണ്ടത്. അതിന് ആൾക്കാർക്ക് നേരല്ല. ആൾക്കാർ എന്ത് ചെയ്യും? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ കയ്യയിച്ചു പോയി. കയ്യയിക്കാൻ നേരായിട്ടില്ല. കയ്യയിക്കേണ്ടത് എപ്പോഴാ? ഇമാമ് കയ്യയിച്ച് റുക്കൂയിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് കയ്യയിച്ച് റുക്കൂയിലേക്ക് പോകേണ്ടത്. തിരക്ക് കൂടിയിട്ട് മുസാവാത്ത്, ഇമാമിനോട് ഒപ്പം നിന്നുകൊണ്ടുള്ള ജമാഅത്ത്, ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അധികവും നടക്കുന്നത്. ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. ഇമാമിന്റെ പിന്നാലെയാണ് ആള് പോകേണ്ടത്. ഇമാമ് സുജൂദിലെത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ഇമാം ഉയരുന്നതിന്റെ മുമ്പ് ആ പോയ സുജൂദിലേക്ക് എത്തണം. ഇമാമ് പോകുമ്പോ അതേ സ്പോട്ടിൽ എത്തണം എന്നാ? അങ്ങനല്ല. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും, എല്ലാവരിലും. അങ്ങനല്ല വേണ്ടത്. ഇമാമിന്റെ പിന്നാലെ പോകുന്ന ആളാണ്. പിന്നെ എങ്ങനെ ഒപ്പം പോവുക? ഇമാമിനോട് കൂടെ മാമൂമ് ഒപ്പം ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതൊപ്പാകണമില്ല, അത് വേറെ വിഷയം. അത് ആമീനാണ്. ആമീൻ എന്നത് ഒപ്പാ വേണ്ടത്. പക്ഷെ അത് വ്യത്യസ്ത സമയത്താണ് ആമീൻ പറയുന്നത്. ഒരാൾ പറഞ്ഞതിന് മറ്റേ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാകും, വേറൊരാൾ ഇങ്ങനെ ആമീൻ പറഞ്ഞു. അതൊപ്പാ പറയണ്ടത്. ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു മഅഹു. ഇമാം ആമീൻ ചൊല്ലുമ്പോ നിങ്ങളും കൂടെ ആമീൻ ചൊല്ലണം. അത് ഉറക്കെ ആമീൻ ചൊല്ലണം.